വിജയ സംസ്ഥാനം സമ്പന്നരായ സഹോദര സഹോദരിമാരെ, വേദിയിലിരിക്കുന്ന ഇവിടെ സമർപ്പിക്കപ്പെട്ട സമരപത്രിക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിവാസികളുടെ അവരുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എടുത്തുദ്ധരിച്ചുകൊണ്ട് ഞങ്ങളിതാ നിരാശരായിരിക്കുന്നു, ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമരമല്ലാതെ മാർഗമില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ ആളുകൾ സമരരംഗത്തിറങ്ങുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ സമരങ്ങൾക്ക് നേരിട്ടും അതുപോലെ കരുത്തു നൽകിയും വിജയിപ്പിച്ച ചരിത്ര പാരമ്പര്യമുള്ള സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്, സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം സോളിഡാരിറ്റി കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിന്റെ മണ്ണിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ജനകീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേരളം കണ്ട അത്യുജ്വലമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ സോളിഡാരിറ്റിക്ക് സാധ്യമായിട്ടുണ്ട്. ചളങ്കോൾക്കുഴി നിവാസികൾക്ക് വേണ്ടിയും അതുപോലെ പ്ലാച്ചിമട സമരത്തിന്റെ മുമ്പിലും ചെങ്ങറയിലെ പ്രൗഢോജ്വലമായ സമരത്തിന്റെ മുമ്പിലും നിൽക്കുവാൻ സോളിഡാരിറ്റിക്ക് സാധ്യമായിട്ടുണ്ട്. അഥവാ കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ മുക്കുമൂലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ സമരങ്ങൾക്ക് കരുത്തു നൽകി വിജയിപ്പിച്ചെടുക്കുവാൻ ആ പാരമ്പര്യമുള്ള സോളിഡാരിറ്റി ഇന്ന് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഹൃദയാന്തരാളങ്ങളിൽ നിന്നുകൊണ്ടുള്ള പിന്തുണ അർപ്പിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷേ ഈ നാട്ടിൽ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾ കടന്നു വന്നിട്ടുണ്ടാകും. അവരെല്ലാവരും നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ പിന്തുണയും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടാകും. സോളിഡാരിറ്റി നിങ്ങളെ ഇത്തരം പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് വിമുഖതയാണ് ഉണ്ടാവുക. കാരണം ഇതുവരെ പലരും വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, നിങ്ങളെ സഹായിക്കാമെന്ന് വാക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ആരും തീർത്തിട്ടില്ല എന്നതുകൊണ്ട് സോളിഡാരിറ്റിയുടെ വാക്കും അത്തരത്തിലുള്ള വാക്കാകാൻ സാധ്യതയില്ലേ എന്ന സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ സോളിഡാരിറ്റി വളരെ ശക്തമായി തന്നെ ഉറപ്പിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ സോളിഡാരിറ്റിക്കുണ്ടെങ്കിൽ ഈ സമരത്തിന്റെ വിജയത്തിന്റെ അവസാന നിമിഷം വരെയും സോളിഡാരിറ്റി സമരവുമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്ന് ജഗന്നിയന്താവായ സോളിഡാരിറ്റി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലയിലേക്ക് കടന്നു ചെന്നപ്പോ സോളിഡാരിറ്റി തിരിച്ചറിയുന്നു ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്കുണ്ട്. തോണിപ്പാറ പാടം നിവാസികൾക്ക് പ്രശ്നങ്ങളുണ്ട്, കുട്ടിക്കുഞ്ഞിലെ ആളുകൾക്ക് പ്രയാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ലക്ഷം വീട് കോളനിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കും 1-ാം പടിയിലും 2-ാം പടിയിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമൊക്കെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ മേലാളന്മാരോട്, ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോട് ഈ ജനകീയ സമര സമിതിക്ക് വേണ്ടി സോളിഡാരിറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ വളരെ ശക്തമായ രാഷ്ട്രീയമായ ജനാധിപത്യത്തിന്റെ തിരിച്ചടികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ഇന്നലെ വരെ നിങ്ങൾ മെമ്പർമാരായിട്ടുണ്ടെങ്കിൽ, ഇന്നലെ വരെ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുണ്ടെങ്കിൽ, ഈ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ഒരുങ്ങുന്നില്ല എങ്കിൽ നാളെയുടെ മണ്ണിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ടാവുകയില്ല എന്ന് ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുവാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട് നമുക്കറിയാം, 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വികസന സംസ്കാരത്തിന്റെ പിന്നാലെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല, നമ്മുടെ രാജ്യത്തിന്റെ ഉന്നതനായ പ്രധാനമന്ത്രിമാർ മുതൽ താഴെത്തട്ടിൽ കിടക്കുന്ന അധികാരത്തിന്റെ പോസ്റ്റലന്മാര് വരെ ഇന്ന് വികസനത്തിന്റെ പേര് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാവങ്ങൾക്ക് വേണ്ടിയുള്ള വികസനമല്ല, ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വികസനമല്ല, പ്രാന്തവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടിയുള്ള വികസനമല്ല, മുതലാളിമാർക്ക് വേണ്ടിയുള്ള വികസനത്തിന് വേണ്ടി കോടികളാണ് നമ്മുടെ നാട് നിലച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ്പ്രസ് വേ പോലെയുള്ള ദേശീയപാത പോലെയുള്ള വ്യത്യസ്തങ്ങളായ വികസനങ്ങളുമായി കടന്നു വരുന്ന നിങ്ങൾക്ക് എന്തേ പാവപ്പെട്ട മനുഷ്യന്മാർ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചളി പിടിച്ച റോഡ് കാണാൻ കഴിയുന്നില്ല എന്ന് സോളിഡാരിറ്റിക്ക് ചോദിക്കേണ്ടി വരികയാണ്, സമരസമിതിക്ക് ചോദിക്കേണ്ടി വരികയാണ്. ഇന്നും 21-ാം നൂറ്റാണ്ടിന്റെ പാതയിൽ നിന്നുകൊണ്ട് വികസന സംസ്കാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് വികസന സംസ്കാരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇന്നും ഇവിടെ കൂടിയിരിക്കുന്ന പിഞ്ചോമനകളായ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണ്
എന്ന് പറയുമ്പോ ലോകം 21ാം നൂറ്റാണ്ടിലാണെങ്കിൽ തോണിപ്പാറ പാടത്ത നിവാസികൾ ജീവിക്കുന്നത് 6ാം നൂറ്റാണ്ടിലാണോ എന്ന് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരിൽ പാവങ്ങളായ മനുഷ്യ മക്കൾക്ക് വികസനം എത്തിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും. ഈ രാജ്യത്തെ ജനപക്ഷ രാഷ്ട്രീയക്കാരേറ്റെടുക്കും. ഞങ്ങൾക്ക് ഇടതുപക്ഷമില്ല, ഞങ്ങൾക്ക് വലതുപക്ഷമില്ല. ഞങ്ങൾ നിലകൊള്ളുന്നത് ജനപക്ഷ ശൈലിയിൽ നിന്നുകൊണ്ടാണ്. ജനപക്ഷത്തോട് ആരാണോ യോജിച്ചു നിൽക്കുന്നത് അവരോടൊപ്പം യോജിച്ചു നിൽക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഈ നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി, ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി, വൈദ്യുതിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി, കുടിവെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി രംഗത്തിറങ്ങാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി നാളെ നിങ്ങളുടെ മൈക്കഘട്ടം ഒരുപാട് വാഗ്ദാനങ്ങൾ പറയും. സോളിഡാരിറ്റിക്കാർ വർഗീയവാദികളാണെന്ന് പറയും, സോളിഡാരിറ്റിക്കാർ സാമുദായികവാദികളാണെന്ന് പറയും. പക്ഷേ നാരോക്കാവിന്റെ മണ്ണിൽ ഇത്രയും കാലം ജീവിച്ച സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സോളിഡാരിറ്റിയെ കുറ്റം പറഞ്ഞുകൊണ്ട് അത് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമാവുകയില്ല. സാമുദായികമായ എല്ലാ അതിർവരമ്പുകളെയും വർഗീയതയുടെ എല്ലാ മതിൽക്കെട്ടുകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഘോഷങ്ങൾ എല്ലാവരുടെയും ആഘോഷങ്ങളാണ്. നമ്മുടെ അരിവിതരണം എല്ലാവരുടെയും അരിവിതരണമാണ്. നമ്മുടെ എല്ലാ സേവന പ്രവർത്തനങ്ങളും എല്ലാവർക്കും വേണ്ടിയാണ്. ഏതെങ്കിലും സമുദായത്തിന് വേണ്ടിയല്ല, ഏതെങ്കിലും വർഗത്തിന് വേണ്ടിയല്ല, വർഗീയതയുടെയും വിഭാഗീയതയുടെയും അടിസ്ഥാനത്തിലല്ല, സാമുദായികതയുടെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ ഒന്ന് പറയുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ നാളെയുടെ അധികാര കസേര നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയില്ല എന്ന് ധീരമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ തീരുമാനമെടുത്തിരിക്കുന്നു. ഇലക്ഷനിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇവിടെയുള്ള ആളുകൾ തീരുമാനിച്ചിരിക്കുന്നു. ഇന്നലെ വരെ നിങ്ങൾ വോട്ട് ചോദിച്ചു വന്നു. അന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങൾ വാക്കുകൾ നൽകി, കരാറുകൾ നൽകി. ആ കരാറുകൾ നിങ്ങൾ പാലിച്ചിട്ടില്ല. ഇവർ പറയുന്ന ആവശ്യം ന്യായമാണ് എന്ന് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നു. മുദ്ര പേപ്പറിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾ സന്നദ്ധമാണ് എന്ന് എഴുതിത്തരുന്നത് വരെ ഈ ബഹിഷ്കരണവുമായി നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ മേലാളന്മാരോട്, രാഷ്ട്രീയ അധികാരികളോട് സോളിഡാരിറ്റിക്കും ഈ സമര മുന്നണിക്കും പറയുവാനുള്ളത്, സമരസമിതിക്കും പറയുവാനുള്ളത്, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ. തോണിപ്പാറ പാടം നിവാസികൾക്ക് വൈദ്യുതി എത്തിക്കണം, റോഡ് സൗകര്യം ഒരുക്കി കൊടുക്കണം. നിങ്ങളുടെ പോക്കറ്റിലെ സമ്പത്തിൽ നിന്ന് എടുത്തുകൊണ്ടല്ല ഇത് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന്, ഞങ്ങളുടെ രാജ്യത്തിന്റെ സർക്കാരിന്റെ സമ്പത്തിൽ നിന്ന്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട നികുതി പണത്തിൽ നിന്ന്, ആ സമ്പത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് വിഹിതമെത്തിയിട്ടുണ്ട്, തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യമാണ്. പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വിഹിതമില്ലെങ്കിൽ ഈ പണി പൂർത്തിയാക്കാൻ കഴിയില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതവും അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതവും എന്നൊന്നും പറഞ്ഞിട്ട് ആരും ഞങ്ങളുടെ നിയമം കൊണ്ട് പേരിപ്പിക്കേണ്ടതില്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കണം. നിയമം എന്തായിരുന്നാലും ശരി, ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കണം. അതല്ലാതെ ഞങ്ങൾ അടങ്ങി നിൽക്കുകയില്ല. സമരത്തിന്റെ പാതയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതൊരു തുടക്കം മാത്രമാണ്. ശക്തമായ സമരത്തെ നേരിടേണ്ടി വരും നിങ്ങൾക്ക്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഞാൻ പറയുന്നു, ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, ഈ വിഷയത്തിൽ ലഭിക്കുന്നില്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് അധികാരി വർഗത്തോട് ഞങ്ങൾക്ക് വിനയപൂർവ്വം എന്നാൽ ആർജവത്തോടുകൂടി തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. തൊട്ടടുത്ത വാർഡുകളിലൊക്കെ നിങ്ങൾ തിരിഞ്ഞു നോക്കണം. ഇവിടെ എന്റെ മുമ്പിലിരിക്കുന്നത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട പദ്ധതി രേഖയാണ്. അതിന്റെ താഴെ കിടക്കുന്നത് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പദ്ധതി രേഖയാണ്. എന്തേ മറ്റു പല പാർട്ടികളിലേക്കും റോഡുകൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? അതുപോലെ 26 ലക്ഷത്തിലധികം വരുന്ന പാലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? എന്തേ 21ാം വാർഡ് എന്ന് പറയുന്നത് വഴിക്കടവ് പഞ്ചായത്തിന്റെ ഭാഗമല്ലേ എന്ന് അധികാരികളോട് ചോദിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട, നികുതിയടക്കുന്ന ജനങ്ങൾക്ക് അവകാശപ്പെട്ട ആ അവകാശം ഞങ്ങൾക്ക് ലഭിച്ചേ മതിയാവൂ എന്നാണ് ഈ സമരസമിതിക്ക് പറയുവാനുള്ളത്. 30 വർഷക്കാലമായി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അതിനേക്കാൾ കുറച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഈ ആളുകൾക്ക് അവരുടെ അവകാശം നൽകിയേ മതിയാവൂ. ഇത് അവകാശ ദംശനമാണ്, ഇത് സാമൂഹ്യ നീതിയുടെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സോളിഡാരിറ്റി സമരത്തിന് പിന്തുണ നൽകിയിരിക്കുന്നു. സോളിഡാരിറ്റി ഏതെങ്കിലും സമരത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ അത് വിജയിപ്പിച്ച ചരിത്രമാണ് സോളിഡാരിറ്റിയുടെ ചരിത്രം. അതുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ സഹോദരന്മാർ, സഹോദരിമാർ ഈ വിഷയത്തിൽ സമരത്തിൽ ജനപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള, ജനപക്ഷ രാഷ്ട്രീയ ശൈലിയിൽ നിന്നുകൊണ്ടുള്ള ഈ
സമരത്തിന് സമ്പൂർണ്ണമായ പിന്തുണ നൽകാൻ നിങ്ങൾക്ക് സാധിക്കണം. നാളെയുടെ മണ്ണിൽ ഇതുപോലെയുള്ള അവഗണനയുമായി മുന്നോട്ട് പോയാൽ, അവകാശ ദംശനങ്ങളുമായി മുന്നോട്ട് പോയാൽ, നാളെയുടെ മണ്ണിൽ ഒരു പുത്തൻ പിറവി ഞങ്ങൾ സ്വപ്നം കാണുകയാണ്. ജനപക്ഷ ചേരിയിൽ നിന്നുള്ള ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഉദാത്തമായ അധികാരമുള്ള ഒരു ശക്തി ഇവിടെ കടന്നു വരുമെന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട്, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ സമരത്തിന് ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് ഊർജ്ജസ്വലമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, ഈ സമരം വിജയിക്കുന്നതിനെ പിന്തുണ നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് ഏവർക്കും സോളിഡാരിറ്റിയുടെ സ്നേഹോഷ്മളമായ വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.